ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രൈസിങ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ എന്താണ് പ്രൈസിങ്ങും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ പ്രൈസ് ഫിക്സേഷൻ്റെ സ്റ്റെപ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിലൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ്. നമ്മൾ പറഞ്ഞു പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഒരു ഈസി ടാസ്ക് അല്ല, നല്ല റിസ്കിയർ ആയിട്ടുള്ളൊരു ഒരു ആക്ടിവിറ്റിയാണ് പ്രൈസ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. സോ അവിടെ തന്നെ ഓരോ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഓരോ രീതിയിലായിരിക്കും അവരുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് അല്ലെങ്കിൽ പ്രൈസിങ് പോളിസീസ് എന്നൊക്കെ പറയുന്നത്. ഇനി ഈ പ്രൈസിങ് പോളിസീസൊക്കെ ചെയ്യുന്നത് ഓരോ പ്രൊഡ്യൂസറും ഞാൻ പറഞ്ഞു അവരുടെ ഇതായ രീതിയിലായിരിക്കും ഈ പ്രൈസിങ് മെത്തേഡ്സൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒരു ഫേമിന് എന്താണോ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവുക അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ പോളിസീസ് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ഫേംസിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നല്ല ഹയർ പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, പ്രോഫിറ്റ് മാക്സിമം ഏൺ ചെയ്യുക എന്നുള്ള രീതിയിൽ. എന്നാൽ വേറെയും ഒരുപാട് ഒബ്ജക്റ്റീവ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കോമ്പറ്റീറ്റേഴ്സിനെ മീറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ഉണ്ടാക്കുക, നമ്മുടെ പ്രൈസിൻ്റെ സ്റ്റെബിലിറ്റി, ഇങ്ങനെയൊക്കെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. സോ ഈ ഓരോ ഒബ്ജക്റ്റീവ്സൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ രീതിക്ക് പറ്റിയ, അതായത് ആ ഒരു പ്രൊഡ്യൂസർക്ക് പറ്റിയ രീതിയിലുള്ള പ്രൈസിങ് പോളിസീസ് അല്ലെങ്കിൽ മെത്തേഡ്സ് അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടാവും. മെയിനായിട്ടും 3 മെത്തേഡ്സ് ആണുള്ളത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പ്രൈസിങ് പോളിസീസ് എന്താണെന്ന് കൊടുത്ത് നോക്കാം. പ്രൈസിങ് പോളിസീസ് റെപ്രസെൻറ്റ് ദി ജനറൽ ഫ്രെയിം വർക്ക് വിത്തിൻ വിച്ച് പ്രൈസിങ് ഡിസിഷൻസ് ആർ ടേക്കൺ. സോ പ്രൈസിങ് പോളിസീസ് എന്ന് പറയുമ്പോൾ അതൊരു ഫ്രെയിം വർക്കാണ് അല്ലേ. അതിനുള്ളിൽ നിന്നിട്ടായിരിക്കും നമ്മൾ അവരുടെ പ്രൈസിങ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഇപ്പോൾ പ്രൈസ് ഫിക്സേഷൻ ആണെങ്കിലും പ്രൈസിൽ വരുന്ന ചേഞ്ചസ് ആണെങ്കിലൊക്കെ ആ കമ്പനിയുടെ പ്രൈസിങ് പോളിസീസിനനുസരിച്ചായിരിക്കും നമ്മൾ അത്തരം ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. In short, pricing policy is a policy adopted to determine the price of product. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്ന പോളിസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, പ്രൈസിങ് പോളിസി എന്ന് പറയാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ 3 ബേസിക് പ്രൈസിങ് പോളിസീസ് ആണുള്ളത് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസീസ് ആണ്. സോ ഓരോന്നും ഈ ഒരു ഫസ്റ്റ് പാർട്ട് നോക്കിയാൽ തന്നെ നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവും. ആദ്യത്തെ കേസിൽ കോസ്റ്റ് ബേസ്ഡ് ആണ്. നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിന് എത്രയാണോ ചിലവ് വരുന്നത്, കോസ്റ്റ് വരുന്നത്, അത് ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് കേസിൽ ഡിമാൻഡാണ്. ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് എത്രയാണോ ഡിമാൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്, മാർക്കറ്റിൽ എത്ര ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചായിരിക്കും ഇവിടെ പ്രൈസിങ് പോളിസീസ് അല്ലെങ്കിൽ പ്രൈസിങ് ഡിസിഷൻസ് എടുക്കുന്നത്. ലാസ്റ്റ്ലി കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസീസ് ആണ് എന്ന് പറയുമ്പം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് നോക്കിയിട്ട് നമ്മുടെ പ്രൈസ് കൂട്ടുകയും കുറയ്ക്കുകയും അല്ലെങ്കിൽ അതിന് ആ കോമ്പറ്റീറ്ററുടെ പ്രൈസ് പോലെ തന്നെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനാണ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്ന് എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് ആണ്. കോസ്റ്റ് ബേസ്ഡ് നമ്മൾ പറഞ്ഞു എന്താണ്, അവിടെ കോസ്റ്റാണ്, നമ്മുടെ പ്രൊഡക്റ്റിന് എത്രയാണോ കോസ്റ്റ് വരുന്നത് അതാണ് കൺസിഡർ ചെയ്യുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദി ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്ര ടോട്ടൽ കോസ്റ്റ് വരുന്നുണ്ട്, അതായത് വേരിയബിൾ കോസ്റ്റ് ആയിക്കോട്ടെ ഫിക്സ്ഡ് കോസ്റ്റ് ആയിക്കോട്ടെ, ഇത് ടോട്ടൽ എത്ര ഒരു യൂണിറ്റിന് ഒരു ചപ്പൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ആകെ എത്ര കോസ്റ്റ് വന്നു, ഇതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ റോ മെറ്റീരിയൽസിന് ആവശ്യം വരുന്ന കോസ്റ്റ് ആവാം. ഫിക്സ്ഡ് കോസ്റ്റ് എന്നൊക്കെ പറയുമ്പം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മെഷീനറിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫാക്ടറിക്ക് കൊടുക്കുന്ന റെൻറ്റിൻ്റെ ഒക്കെ കോസ്റ്റ് ആവാം. അതായത് യൂണിറ്റിനനുസരിച്ച് എന്താണ് ആ ഒരു കോസ്റ്റ് വേരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേരിയബിൾ കോസ്റ്റ് എന്നും, വേരി ചെയ്യുന്നില്ലെങ്കിൽ അതിന് ഫിക്സ്ഡ് കോസ്റ്റ് എന്നൊക്കെയാണ് പറയാം. അങ്ങ് ഓൾറെഡി എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയതിനെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്ങിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി കോസ്റ്റ് അതിൽ തന്നെ 4 മെത്തേഡ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ആണ്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുമ്പം ആഡിങ് സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്. ഇവിടെ എന്താണ്, പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ നമ്മുടെ കോസ്റ്റിൻ്റെ കൂടെ കൂട്ടും. അതായിരിക്കും ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് 10 രൂപയാണ് കോസ്റ്റ് വന്നത്, അതിൻ്റെ ഒരു 10% നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, അപ്പോൾ 1 രൂപ കിട്ടിയില്ലേ. സോ 10 + 1
നമ്മൾ 11 രൂപയായിരിക്കും ആ പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് 11 രൂപയ്ക്ക് കൊടുക്കും. സോ ഇവിടെ എന്താണ്, നമുക്കൊരു പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ട് 10 എന്ന് പറയുന്നത്. ആ 10% ആയിരിക്കും നമ്മൾ ആ പ്രൊഡക്റ്റിന് കംപ്ലീറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് നമുക്ക് വരുന്ന കോസ്റ്റ് 20 ആണെന്നുണ്ടെങ്കിൽ അവിടെ 20 + 10%, 20ൻ്റെ 10% എന്ന് പറയുമ്പോൾ 2 രൂപ ഉണ്ടാവും അല്ലേ. സോ ആ പ്രൈസ് 22 ആവും. ഇപ്പോൾ 30 കോസ്റ്റ് വരുന്ന സമയത്ത് 10% എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൈസ് 33 ആയിരിക്കും. മനസ്സിലായോ? നമുക്ക് എത്രയാണോ കോസ്റ്റ് വരുന്നത് അതിൻ്റെ കൂടെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, 10 രൂപ കോസ്റ്റ് ആണെങ്കിൽ ഒരു 5 രൂപ അല്ലെങ്കിൽ 5% നമ്മൾ എന്ത് ചെയ്യുക, അതിന് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് തീരുമാനിക്കുക. ഇതാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് കേട്ടോ. ഇവിടെ ഓൾസോ നോൺ ആസ് മാർജിൻ പ്രൈസിങ്, ഫുൾ കോസ്റ്റ് പ്രൈസിങ്, മാർക്കപ്പ് പ്രൈസിങ്, ഈ രീതിയിലൊക്കെ ഈ ഒരു കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിനെ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇനി കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്ങിൽ വരുന്നത് ടാർഗറ്റ് പ്രൈസിങ് ആണ്, അല്ലെങ്കിൽ ടാർഗറ്റ് പ്രൈസിങ് ആണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ 2 രീതിയിലും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് പ്രൈസിങ്ങിൽ ഉണ്ടായിരിക്കുന്നത് പ്രീ ഡിറ്റർമൈൻഡ് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഇവിടെ നമ്മൾ എന്താണ്, നമുക്ക് കിട്ടേണ്ട ഒരു റിട്ടേൺ നമ്മൾ നേരത്തെ ഡിറ്റർമൈൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. നമുക്ക് എത്രയാണോ ടാർഗറ്റ് ഉള്ളത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് എത്ര നമുക്ക് റിട്ടേൺ കിട്ടണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് കോസ്റ്റിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ അതായത് ഇപ്പം നമുക്ക് 10 രൂപയാണ് കോസ്റ്റ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ തീരുമാനിച്ചു നമുക്കൊരു 3 രൂപ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ 10 + 3 13 എന്നുള്ളത് പ്രൈസ് കൊടുത്തു ആ ഒരു പ്രൊഡക്റ്റിന്. ഇനിയിപ്പോൾ നമുക്ക് കോസ്റ്റ് വരുന്നത് 20 ആണെന്ന് വെക്കുക. അപ്പോൾ 20ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക, നമ്മൾ ആ ഫിക്സ് ചെയ്തിട്ടുള്ള ടാർഗറ്റ്, നമുക്ക് എത്രയാണോ റിട്ടേൺ നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത് അത് 3 അല്ലേ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ 3 ആഡ് ചെയ്തിട്ട് 23 എന്ന് കൊടുക്കാം. സോ എത്രയാണോ കോസ്റ്റ് അതിൻ്റെ കൂടെ നമ്മുടെ ആ ഒരു ടാർഗറ്റ് റിട്ടേണും കൂടെ ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ നമ്മുടെ സെയിൽസും അല്ലെങ്കിൽ കോസ്റ്റൊക്കെ ഫോർകാസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ടാർഗറ്റ് റിട്ടേൺക്കൊക്കെ നമ്മൾ എത്തുന്നത്. നമുക്ക് എത്ര റിട്ടേൺ കിട്ടണം, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് എത്ര തിരിച്ച് കിട്ടണം, റിട്ടേൺ ആയിട്ട് ഗെയിൻ ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ട് അത് കോസ്റ്റിൻ്റെ കൂടെ കൂട്ടുന്നതിനെയാണ് ടാർഗറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ 50 രൂപ ആയിക്കോട്ടെ, നമ്മുടെ ടാർഗറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് 3 രൂപയാണ്. സോ 50 + 3 53, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റിൻ്റെ കൂടെ ടാർഗറ്റ് റിട്ടേണും കൂട്ടിയിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യും. ഓക്കെ, 53 രൂപയ്ക്കായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് പിന്നീട് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അതാകുമ്പോൾ എന്താണ്, 50 രൂപ കോസ്റ്റാണ്, പക്ഷേ 3 രൂപ നമുക്ക് നമ്മുടെ റിട്ടേൺ ആയിട്ടുണ്ടാവും. ഓക്കെ, ആദ്യത്തെ കേസിലൊരു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരുന്നത് അല്ലേ. പ്രോഫിറ്റിൻ്റെ ഒരു, അതായത് 10% എന്ന് പറയുമ്പം ഏത് കോസ്റ്റിൻ്റെയും ഒരു 10% പ്രോഫിറ്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റേറ്റ് ഫിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ 10 രൂപയാണെങ്കിൽ 10 + 10, അതല്ല 20 രൂപ കോസ്റ്റ് വന്നാൽ 20 + 10, ആ ഒരു 10 രൂപയാണ് ഫിക്സ് ചെയ്യുന്നത്. ഇനി മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് ആണ്. മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുമ്പം അതല്ലെങ്കിൽ അതിനെ വേരിയബിൾ കോസ്റ്റ് എന്നും പറയും. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിൻ്റെ ബേസിലാണ് ഇവിടെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ടോട്ടൽ കോസ്റ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞു വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് വരിക. പക്ഷേ സപ്പോസ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യാണ്ട് വേരിയബിൾ കോസ്റ്റ് മാത്രം എടുത്തിട്ട് നമ്മുടെ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മെഷീനറി വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റ് വാങ്ങിക്കാനൊക്കെ എടുത്തതായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫാക്ടറിക്ക് നമ്മൾ ഡെയിലി കൊടുക്കുന്നതായിരിക്കും, ഡെയിലി അല്ല അതിൻ്റെ റെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓരോ യൂണിറ്റിനനുസരിച്ച് അത് വാരി ചെയ്യുന്നില്ല. ഇപ്പോൾ 10 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 100 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും നമുക്ക് ആ മെഷീനറി വാങ്ങാൻ ഒരു 5000 രൂപ ആയിട്ടുണ്ടെങ്കിൽ അത് ആ സിമിലർ തന്നെ ആയിരിക്കും. അതിൽ നമുക്ക് 10 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാം, 1000 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ നമുക്കവിടെ ഫിക്സ്ഡ് കോസ്റ്റ് വന്നത് എത്രയാണ്, 5000 രൂപയാണ്. അപ്പോൾ അതിനെയാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുക. അവിടെ എന്താണ്, യൂണിറ്റിനനുസരിച്ച് അത് മാറുന്നില്ല. എന്നാൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റോ മെറ്റീരിയൽസ് ഒക്കെയാണ്. റോ മെറ്റീരിയൽസ് ഇപ്പം ഒരു പ്രൊഡക്റ്റിന് നമുക്ക് എത്ര, ചിലപ്പോൾ സപ്പോസ് സിമെൻറ്റ് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണെന്ന് വെക്കാം. നമുക്കൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചിലപ്പോൾ
ഒരു 1 ചാക്ക് സിമൻറ്റ് വേണമെന്ന് വെക്കാം. അപ്പോൾ 2 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 2 ചാക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ എന്താണ്, ഓരോ യൂണിറ്റിനനുസരിച്ച് നമുക്ക് ആ ഒരു റോ മെറ്റീരിയലും എന്താവുകയാണ്, ആ ഒരു കോസ്റ്റും നമുക്ക് കൂടുകയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും എന്താണെന്ന് പറയുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ കോസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ യൂണിറ്റിനനുസരിച്ച് അത് മാറുന്നുണ്ടാവും. അപ്പോൾ ഈ പ്രൈസിങ് സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ മാറുന്ന വേരിയബിൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഓൾസോ വേരിയബിൾ കോസ്റ്റ് പ്രൈസിംഗ് എന്നും കൂടെ പറയുന്നുണ്ട്. ഇനി കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്ങിൽ ലാസ്റ്റ് വരുന്നത് ബ്രേക്ക് ഈവൻ പ്രൈസിങ് ആണ് കേട്ടോ. ബ്രേക്ക് ഈവൻ പോയിൻ്റൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. ടോട്ടൽ കോസ്റ്റും സെയിൽസും ഈക്വൽ ആവുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയാം. അതായത് 10 രൂപയാണ് നമുക്ക് കോസ്റ്റ് വന്നതെന്നുണ്ടെങ്കിൽ 10 രൂപ തന്നെ അതിൻ്റെ പ്രൈസും ഫിക്സ് ചെയ്യാം. അപ്പോൾ അവിടെ എന്താണ്, നമുക്ക് 10 രൂപ കോസ്റ്റ് ആയത് അത് തന്നെ നമുക്ക് സെയിലായിട്ട് കിട്ടുന്നുള്ളൂ. മനസ്സിലായോ? നമുക്കവിടെ പ്രോഫിറ്റും ഇല്ല, അതേസമയം ലോസും ഇല്ല. 10 രൂപയിൽ 11 ആക്കിയാൽ നമുക്കവിടെ എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അതല്ല 9 ആയാൽ നമുക്കവിടെ ലോസ് വരും. പക്ഷെ ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ആ എത്രയാണോ കോസ്റ്റ് അത് തന്നെയാണ് നമ്മൾ അതിൻ്റെ പ്രൈസും ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. അണ്ടർ ബ്രേക്ക് ഈവൻ പ്രൈസിങ്, ബ്രേക്ക് ഈവൻ അനാലിസിസ് യൂസ്ഡ് ഫോർ പ്രൈസിങ്. ഇവിടെ പ്രൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്. അണ്ടർ ദി മെത്തേഡ് ദ ഫേം ഡിറ്റർമൈൻസ് ദി പ്രൈസ് അറ്റ് വിച്ച് ഇറ്റ് വിൽ ബ്രേക്ക് ഈവൻ. ഇവിടെ നമ്മൾ എന്താണ് ആ പ്രൈസ് യൂസ് ചെയ്യുന്നത്, ആ ഒരു ബ്രേക്ക് ഈവൻ പോയിൻ്റ് എത്രയാണ് ആ ഒരു പ്രൈസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. എത്ര രൂപയാണ് അതിന് ടോട്ടൽ കോസ്റ്റ് വരുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ അതിൻ്റെ പ്രൈസായിട്ടും ഫിക്സ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൂട്ടുന്നുണ്ടാവില്ല. ഇറ്റ് ഈസ് എ പോയിൻറ്റ് വേർ ദർ ഇസ് നോ പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റും ലോസും ഇല്ലാത്ത പോയിൻറ്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുക. സോ അതിൻ്റെ അനാലിസിസിൻ്റെ ബേസിലായിരിക്കും ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് ആണ്. നമ്മൾ ഇതുവരെ കോസ്റ്റ് ബേസ്ഡ് ആയിരുന്നു പറയുന്നത് അല്ലേ. അവിടെ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ആ ഒരു ടൈപ്പിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഈസിയാന്ന് പറയാം, നമുക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്നാൽ ഡിസഡ്വാൻറ്റേജ് ആയി വരുമ്പം അവിടെ എന്താണ്, മാർക്കറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡോ ഒന്നും കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗ് എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്, ഡിമാൻഡാണ്. നമ്മുടെ പ്രൊഡക്റ്റിന് എത്ര ഡിമാൻഡ് വരും അതിൻ്റെ ബേസിൽ നമ്മുടെ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഡിമാൻഡ് ഈസ് ദി ബേസിക് ഫാക്ടർ. പ്രൈസ് ഈസ് ഫിക്സ്ഡ് അക്കോർഡിംഗ് ടു ദി ഡിമാൻഡ് ഓഫ് ദി പ്രൊഡക്റ്റ്. ഡിമാൻഡിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇതിൽ 2 മെത്തേഡാണ് മെയിനായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ ഡിഫറൻഷ്യൽ പ്രൈസിംഗ് ആണ്. ഡിഫറൻഷ്യൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ സെയിം പ്രൊഡക്റ്റ് ഈസ് സോൾഡ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് എന്നുള്ളതാണ്. അതായത് ഇപ്പം ഒരേ പ്രൊഡക്റ്റ് തന്നെ ഡിഫറെൻറ്റ് പ്രൈസിന് ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിനോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മാർക്കറ്റിലോ ഡിഫറെൻറ്റ് പ്ലേസിലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പീരീഡിലൊക്കെ സെയിൽ ചെയ്യാം. അതിനാണ് ഡിഫറൻഷ്യൽ പ്രൈസിംഗ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയൽ, ഇപ്പോൾ സിനിമ തിയേറ്ററിൽ നമുക്കറിയാം ഓരോ സീറ്റിങ്ങിനും തന്നെ ഓരോ ഡിഫറെൻറ്റ് പ്രൈസ് ആണല്ലേ. നമുക്ക് കിട്ടുന്നത് സെയിം ഫിലിം ആയിരിക്കും അല്ലെങ്കിൽ സെയിം സർവീസ് ആയിരിക്കും, പക്ഷേ അത് തന്നെ ഓരോ സീറ്റിങ്ങിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും, ആ പ്രൈസിൽ വ്യത്യാസം വരും. ബാൽക്കണി സീറ്റിലാവുന്ന സമയത്ത് ആ പ്രൈസ് ഡിഫറെൻ്റ് ആണ് കമ്പയർഡ് ടു ദി ഫ്രണ്ട് സീറ്റിൽ ഡിഫറെൻറ്റ് പ്രൈസ് ആവാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, ഡിമാൻഡിനനുസരിച്ചാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സീറ്റിനായിരിക്കും നമുക്ക് ഹയർ പ്രൈസ് അവിടെ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? സോ ഡിഫറൻഷ്യൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ പ്രൈസിന് തന്നെ ഡിഫറെൻറ്റ് പ്രൈസ്, ഒരേ പ്രൊഡക്റ്റിന് ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യാം. ഇപ്പോൾ ചില മാർക്കറ്റിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കീഴ്ശ്ശേരി ഒരു പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ പ്രൊഡക്റ്റിന് കുറച്ച് പ്രൈസ് കൂടുതലായി കാണാം. അതേ സാധനം നമ്മൾ അരീക്കോട് ചെല്ലുമ്പോൾ ചിലപ്പം അവിടെ എന്താണ്, ആ പ്രൊഡക്റ്റിന് അധികം ഡിമാൻഡ് ഉണ്ടാവില്ല. സോ അവിടെ പ്രൈസ് കുറയുന്നതുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ഡിഫറൻഷ്യൽ പ്രൈസിങ്. ഇതിനെ തന്നെ ഡിസ്ക്രിമിനേറ്ററി പ്രൈസിംഗ് എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. ഇനി അതിൽ വരുന്ന ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ്ങിൽ വരുന്ന നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പ്രീമിയം പ്രൈസിംഗ് ആണ്. പ്രീമിയം പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രൈസ് വിത്ത് ഹൈ ക്വാളിറ്റി എന്നുള്ളതാണ്. അതായത് പ്രീമിയം പ്രൈസിങ്ങിൽ ഇപ്പം ഇത്തരം പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ കമ്പനീസിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റിൽ ഏറ്റവും ടോപ്പായി നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവരെന്ത് ചെയ്യും, ഹൈ പ്രൈസ് ചാർജ് ചെയ്യും ഇവരുടെ പ്രൊഡക്റ്റിന്. അറ്റ് ദ സെയിം ടൈം ആ പ്രൊഡക്റ്റിന് ഹൈ ക്വാളിറ്റിയും കൂടെ ഇവരെന്ത് ചെയ്യുന്നുണ്ടാവും, എൻഷുർ ചെയ്യുന്നുണ്ടാവും.
ഹൈ ക്വാളിറ്റി എൻഷുർ ചെയ്തിട്ട് ഹൈ പ്രൈസിൽ ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക. അതാണ് പ്രീമിയം പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് പറയൽ ടൈറ്റൻ്റെ വാച്ച്, അതുപോലെ തന്നെ സോണി TV, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏരിയൽ, ഡോവിൻ്റെ കണ്ടീഷണേഴ്സൊക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇവർ ഹൈ പ്രൈസിലായിരിക്കും ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈൽ ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും ഇവരെന്ത് ചെയ്യുന്നുണ്ടാവും, ക്ലെയിം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് വരുന്നത്. തേർഡ് വൺ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് ആണ്. പേര് തന്നെ ഉണ്ടല്ലേ, കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാണ്. ഇനി പ്രൈസ് വിൽ ബി ഹയർ ഓർ ലോവർ ദാൻ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്. എങ്ങനെയാവാം, ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് ആയിരിക്കും നമ്മൾ ബേസിക് ഫാക്ടറായിട്ട് എടുക്കുന്നത്, എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇതിൽ മെയിനായിട്ടും രണ്ട് മെത്തേഡാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് വൺ ഗോയിങ് റേറ്റ് പ്രൈസിങ് ആണ്. ഗോയിങ് റേറ്റ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഫേം ആക്സെപ്റ്റ് ദി പ്രൈസ് പ്രിവൈലിംഗ് ഇൻ ദി ഇൻഡസ്ട്രി. അതായത് ഗോയിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻഡസ്ട്രിയിൽ ആ സെയിം പ്രൊഡക്റ്റിന്, ഹോമോജീനിയസ് ആയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിന് എത്രയാണോ പ്രൈസ്, അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഇതിന് എത്രയാണോ ചാർജ് ചെയ്യുന്നത് അത് തന്നെ നമ്മളും യൂസ് ചെയ്യുക. അതിനാണ് ഗോയിങ് റേറ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. എത്രയാണോ ആ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ആ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് വരുന്നത് അത് തന്നെ നമ്മളും ഫോളോ ചെയ്യുക. അപ്പോൾ ഓൾസോ നോൺ ആസ് ആക്സെപ്റ്റൻസ് പ്രൈസിങ് ഓർ മാർക്കറ്റ് ഈക്വേറ്റഡ് പ്രൈസിങ്, ഈ രണ്ട് പേരിലും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. സോ ഈ ഒരു കേസിൽ എന്താണ്, നമ്മുടെ സിമിലർ പ്രൊഡക്റ്റ് തന്നെയാണ് മറ്റേ ആളും സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ തന്നെ ആ ഒരു പ്രൈസ് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അതല്ല നമ്മുടെ പ്രൊഡക്റ്റ് പ്രൈസ് അഥവാ കൂടിയെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും, കൺസ്യൂമേഴ്സിന് നമുക്ക് ലോസ് ആവും. കാരണം സെയിം പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറവിൽ അപ്പുറത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഫോളോ ചെയ്യേണ്ടി വരും, അവരുടെ പ്രൈസ് തന്നെ ഫോളോ ചെയ്യേണ്ടി വരും. ഇനി അത് മാത്രമല്ല, നമ്മുടെ പ്രൈസിനെ നമ്മൾ കുറച്ചു, സ്വാഭാവികമായിട്ടും നമുക്ക് ഡിമാൻഡ് വരും. പക്ഷെ അവിടെ പ്രൈസ് വാർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ പ്രൈസ് കുറയുമ്പം എല്ലാ കൺസ്യൂമേഴ്സും നമ്മളിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും, മറ്റേ കോമ്പറ്റീറ്റർക്കും അവരുടെ പ്രൈസ് കുറയ്ക്കേണ്ടതായിട്ട് വരും. കുറയ്ക്കുമ്പം പിന്നെയും ഡിമാൻഡ് എന്ത് ചെയ്യും, ആ ഒരു ന്യൂട്രൽ സ്റ്റേജിൽ തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ പിന്നെയും നമ്മുടെ പ്രൈസ് കുറയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രൈസ് വാർ ഉണ്ടാവാനും പ്രൈസ് കോമ്പറ്റീഷൻ നല്ല സ്റ്റിഫായിട്ടുണ്ടാവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. സോ ആ സമയത്ത് നമ്മൾ ഈ ഒരു പോളിസി ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ, ഗോയിങ് റേറ്റ് എത്രയാണോ അവർ ചാർജ് ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിഫ് കോമ്പറ്റീഷനും പ്രൈസിങ് വാറൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സെക്കൻഡ് മെത്തേഡ് ഇതിൽ വരുന്നത് കസ്റ്റമറി ഓർ കൺവെൻഷണൽ പ്രൈസിങ് ആണ്. കസ്റ്റമറി പ്രൈസിങ് അല്ലെങ്കിൽ കൺവെൻഷണൽ പ്രൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അണ്ടർ ദീസ് പ്രൈസസ് ആർ ഫിക്സ്ഡ് ബൈ കസ്റ്റം ഓർ ട്രഡീഷൻ. അതായത് നമ്മുടെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പണ്ട് മുതൽ കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അതായത് ഇൻ ദി കേസ് ഓഫ് സം കൊമോഡിറ്റീസ് ആണ് കേട്ടോ, പ്രൈസ് ഗെറ്റ് ഫിക്സ്ഡ് ബിക്കോസ് ദേ ഹാവ് പ്രിവൈൽഡ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. കുറച്ച് ടൈപ്പിംഗ് എറേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ചില കൊമോഡിറ്റീസിൻ്റെ ഉണ്ട്, അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു എക്സിസ്റ്റൻസിനനുസരിച്ചാണ്. ചിലപ്പോൾ പണ്ട് മുതലേ ഉള്ളൊരു കൊമോഡിറ്റി ആയിരിക്കും. സോ അന്ന് തന്നെ ഫോളോ ചെയ്ത് വന്ന പ്രൈസ് ആയിരിക്കും ഇന്നും അയാൾ യൂസ് ചെയ്യുന്നത്. അതിലെന്തെങ്കിലും ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അയാളുടെ കോസ്റ്റിൽ വലിയ രീതിയിലുള്ള എന്തെങ്കിലും മാറ്റമൊക്കെ വരേണ്ടി വരും. അതിന് എക്സാമ്പിൾ പറയല് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പഴയ ചായക്കടകളാണ്. അപ്പോൾ അവിടെ അയാൾ ആ ചായക്ക് ചാർജ് ചെയ്യുന്നൊരു പ്രൈസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരുപാട് കാലമായിട്ട് അയാൾ അവിടെ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഫോളോ ചെയ്തെന്ന് വരുന്ന ചില പ്രൈസ് അയാൾ യൂസ് ചെയ്യുന്നുണ്ടാവും. പിന്നീട് അത് മാറ്റം വരെ അയാൾക്ക് ആ ഒരു റോ മെറ്റീരിയൽ, ഇപ്പോൾ പാലിനൊക്കെ നല്ല രീതിയിലൊരു വില കൂടിയാൽ മാത്രമേ മാറ്റം വരുത്തുള്ളൂ. സോ ഇവിടെ എന്താ ചെയ്യുക, അയാൾ എന്താണോ ഫോളോ ചെയ്തത് അത് തന്നെയായിരിക്കും ഫോളോ ചെയ്ത് വരുന്നത്. അയാൾ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ചിട്ട് അങ്ങനെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസൊന്നും ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. പകരം അയാൾ ഈ ഒരു പ്രൈസിൽ ട്രഡീഷണലായിട്ട് ഫോളോ ചെയ്യുന്ന പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, അയാളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസൊക്കെ പഠിച്ചിട്ട് വേണ്ടി വരും പിന്നീട് ഇതിലൊരു മാറ്റം വരുത്താൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൈസിങ്ങിൻ്റെ മെത്തേഡ് പറയുന്നത് കേട്ടോ. ഓക്കെ.